ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇവിടെ ഭയങ്കര ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചൂട് കേട്ടോ, സഹിക്കാൻ പറ്റുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ സത്യം പറഞ്ഞാൽ മടിയാണ്. പിന്നെ ഞാൻ വിചാരിച്ച് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൂടെ കഴിക്കാൻ പറ്റത്തില്ലല്ലോ, അപ്പോൾ പിന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ ബ്രെഡ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ബട്ടർ ഗാർലിക് ബ്രെഡ് ഉണ്ടാക്കാം. അതിനായിട്ട് ഇതാ ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സഹിക്കാൻ പറ്റുന്നില്ല. നാട്ടിലൊക്കെ ഭയങ്കര മഴയെന്ന് കേൾക്കുമ്പോൾ സങ്കടം വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ. ഇവിടെ ചൂടെടുത്തിട്ട് എനിക്കൊന്ന് രാവിലെ തന്നെ നമുക്ക് കിച്ചണിൽ കയറാൻ പറ്റുന്നില്ല, ആ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്ന വെളുത്തുള്ളിയാണ് കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. നമ്മൾ ബട്ടർ ഗാർലിക് ബ്രെഡ് അല്ലേ, ഇത് കുറേ നാളായി. സത്യം പറഞ്ഞാൽ ഇത് അപ്പുറത്തെ ഒരു കൊച്ചിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയപ്പോൾ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നേ. അന്നും മുതൽ ഇത് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല. പിന്നെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റം അല്ലേ, പിന്നെ മടി പിടിച്ചിരിക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയതായത് കാരണം മടിയൊന്നും ഇതുവരെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം മടിയായി. കാര്യം വേറൊന്നുമല്ല, ചൂട് കൊണ്ടിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ ഈ കുക്ക് ചെയ്യുന്ന സമയത്തെ കുറച്ച് വലിച്ചു നീട്ടി കാര്യങ്ങൾ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോറായിട്ട് തോന്നുന്നുണ്ട് എങ്കിൽ കാണണ്ട കേട്ടോ. താല്പര്യമുള്ളവർ, കുക്കിങ്ങും സംസാരമൊക്കെ ഇഷ്ടമുള്ളവർ മാത്രം കാണാം. ഇപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്ന ഒരഗാനോ ആണ് കേട്ടോ. കഴിഞ്ഞ ഒരു വീഡിയോയിൽ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടെന്ന് അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ എനിക്ക് സംസാരിക്കുന്നതും കുക്ക് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. താല്പര്യമുള്ളവർ മാത്രം കാണുക കേട്ടോ. അപ്പോൾ അതാ ഒരഗാനോ ചേർത്തിട്ടുണ്ട്. ഈ ബട്ടർ ഗാർലിക് ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിന് മാത്രം സംസാരിക്കേണ്ട കാര്യം എന്താണെന്ന് നിങ്ങൾ ആലോചിക്കും ഇല്ലേ? എന്ത് ചെയ്യാനാ, രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ കയറിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വീഡിയോ കൂടെ എടുത്തേക്കാം. ഇതിനായിട്ട് ഇനിയും എഡിറ്റ് ചെയ്യാനായിട്ട് സമയം കളയണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അതാ കുറച്ച് ചില്ലി ഫ്ലേക്സ്. മീൻസ് ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചില്ലി ഫ്ലേക്സ് ഒന്നും വാങ്ങിക്കുന്നതല്ല, ഞാൻ തന്നെ ക്രഷ് ചെയ്ത് വെക്കുന്ന കേട്ടോ. അതും കുറച്ച് ചേർത്തിട്ടുണ്ട്. ഇത് ഒരുപാട് ചേർക്കുന്നില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് കാരണം കുഞ്ഞു പെണ്ണിന് പുകയും വായെല്ലാം മുള്ളിയിട്ട് പിന്നെ കഴിക്കില്ല ആൾ. അപ്പോൾ ഇതൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ബട്ടറിന് ഓൾറെഡി സോൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അൺസാൾട്ടഡ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ കുറച്ച് സോൾട്ട് ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ 1-2 എണ്ണ ഉണ്ടാക്കി കാണിക്കുന്നുള്ളൂ. ബാക്കി ഞാൻ സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ടുട്ടുന് സാൻഡ്വിച്ച് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഒന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഡെയിലി വീഡിയോസൊന്നും ഞാൻ അപ്ലോഡ് ചെയ്യുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ്, ഭയങ്കര ചൂട്. നമുക്ക് കുക്ക് ചെയ്യാൻ പോലും നിൽക്കാൻ പറ്റുന്നില്ല. ഈ ഒരു ടൈമിൽ സത്യം പറഞ്ഞാൽ ഞങ്ങൾ വെക്കേഷൻ നാട്ടിൽ പോകുന്നതാണ്. മോളുടെ സ്കൂളൊക്കെ വെക്കേഷൻ ആയി കഴിയുമ്പോൾ, സമ്മർ വെക്കേഷൻ ആകുമ്പോൾ നമ്മൾ നാട്ടിൽ പോകുന്നതാണ്. പക്ഷേ ഇതുവരെ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. എന്ത് ചെയ്യാനാ, അപ്പോൾ സഹിക്കുക, ചൂട് അല്ലേ. നാട്ടിലൊക്കെ നല്ല മഴയാണല്ലേ. ആ മഴയുള്ളപ്പോഴും ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഐറ്റമാണ്. അപ്പോൾ അതാ ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സംസാരം ബോറായിട്ട് തോന്നുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നി തുടങ്ങിയ അപ്പം തന്നെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തേക്കുക കേട്ടോ. ഈ ബോറായിട്ടിരുന്ന് കാണുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് തന്നെ ഇപ്പോൾ ഒരു വീഡിയോ ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കാണാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇഷ്ടമുള്ളവർ മാത്രം കാണുക കേട്ടോ. വേറൊന്നും എനിക്ക് പറയാനില്ല. കഴിഞ്ഞ ഒരു വീഡിയോയിൽ എനിക്കിങ്ങനെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇത്രയും വലിച്ചു നീട്ടി പറയേണ്ട കാര്യമില്ലാന്ന്. പക്ഷേ എനിക്ക് സംസാരിക്കുന്ന ഇഷ്ടമാണ്, കേൾക്കാൻ താല്പര്യമുള്ളവർ മാത്രം കാണുക വീഡിയോസ്. ഓക്കെ, അപ്പോൾ അതാ നമ്മുടെ മിക്സിങ്ങൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ബ്രെഡിൻ്റെ മുകളിലേക്ക് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു സൈഡ് മാത്രം കൊടുത്താൽ മതി കേട്ടോ, ഒരുപാട് 2 സൈഡിലും കൊടുക്കണ്ട. ഞാൻ 1-2 ഉണ്ടാക്കുന്നുള്ളത് കേട്ടോ, ജസ്റ്റ് നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം. പിന്നെ ഇത് എങ്ങനെയുണ്ട് അതൊന്ന് അറിയണം. അന്ന് കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് തോന്നി. ഞാൻ ഉണ്ടാക്കുമ്പോഴും അതുപോലെ ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണ്ടേ. ഉണ്ടാക്കി കഴിഞ്ഞ് കഴിച്ചിട്ട് പറയാം കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്യുക, കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. വെറൈറ്റി ഐറ്റംസൊക്കെ അല്ലേ, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഒക്കെ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം മസ്റ്റായിട്ടും എല്ലാവരും. പറ്റുന്നതൊക്കെ ട്രൈ ചെയ്യുക. ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ അല്ലേ, പുറത്തുനിന്നൊന്നും വാങ്ങിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു ബട്ടർ എല്ലാവരുടെയും കയ്യിൽ കാണാൻ ചാൻസ് ഇല്ല അല്ലേ. അപ്പോൾ ബട്ടർ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വാങ്ങിക്കാം. ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഞാനീ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം സ്പ്രെഡാക്കി വെച്ചിട്ടുണ്ട്. ഇനിയും ചെയ്യുന്നത് ചീസ്, മുകളിൽ ചീസ് നമുക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. ആക്ച്വലി മോസറല്ല ചീസാണ് യൂസ് ചെയ്യേണ്ടത്.
എൻ്റെ കയ്യിൽ മോസറല്ല ചീസ് ഇല്ലാത്തത് കാരണം ഞാൻ ഇത് എടുക്കുന്നു കേട്ടോ. നിങ്ങളുടെ കയ്യിൽ മോസറല്ല ചീസൊക്കെ ഉണ്ട് എങ്കിൽ അത് ഉപയോഗിക്കുക. ഓക്കെ, ഇവിടെ ചീസ് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക്, ഒരുപാട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ വെക്കുന്നുണ്ട്. മോസറല്ല ചീസാണ് ഇത് ഉപയോഗിക്കേണ്ടത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് അമൂലിൻ്റെ സാധാ ഷീറ്റാണ് ഉണ്ടല്ലേ. അപ്പോൾ മോസറല്ല ചീസ് ഉണ്ടെങ്കിൽ മാക്സിമം നിങ്ങളത് ഉപയോഗിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചീസ് ഇവിടെ ഞാൻ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ മുകളിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല സ്പൈസി ആയിരിക്കും. സത്യം പറഞ്ഞാൽ ഈ ചൂടുള്ള സമയത്ത് അധികം സ്പൈസി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കഴിക്കരുതെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് കുറച്ച് നമ്മളുടെ ഓർഗാനയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടാക്കി എടുക്കണം. ഒരു പാൻ എടുക്കുക, അതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് മുകളിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. എൻ്റെ ബട്ടർ ഇപ്പോൾ ഇത്രയായിട്ടുണ്ട്. ഞാൻ പാനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മുകളിലേക്ക് ഇത് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. രണ്ടെണ്ണം കൂടി ഇരിക്കുമല്ലോ. ഓക്കെ, ഇരുന്നല്ലോ. ഇത് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അടച്ച് വെച്ചിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് അതിനുള്ളതിന് കുക്കായി കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ ഗാർലിക് ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, കൊള്ളാല്ലേ. നമുക്കിനി ഇത് കട്ട് ചെയ്ത് കഴിക്കാം. അത്രയേ ഉള്ളൂ സംഭവം, ഈസി അല്ലേ. കട്ട് ചെയ്യട്ടെ. കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ, ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ഗാർലിക് ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും. പറയും ബൈ.